സ്പെഷ്യലാണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ നരൂട്ടോ കവർ ചെയ്യാൻ പോവുകയാണ്. അതെ, നരൂട്ടോ ഷിപ്പുഡൻ വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളിന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യും. ആൻഡ് ഞാൻ ഇതിന് മുന്നേ വൺ പീസിനെ പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിലെല്ലാം കിടിലൻ റെസ്പോൺസ് ആയിരുന്നു. റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പോലെ ഒരു ചെറിയ ചാനൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത റെസ്പോൺസ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ഇതിലും അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് നരൂട്ടോ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ കഥ തുടങ്ങുന്നത് ഒരു വില്ലേജ് ആണ്. ഇതൊരു നിഞ്ച വില്ലേജ് ആണ്. അവിടെ ഒരു കുട്ടിയുണ്ട്, അവന്റെ പേരാണ് നരൂട്ടോ. ആൻഡ് ഇവനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അത്ര നല്ല പഠിക്കുന്ന കുട്ടിയൊന്നല്ല. നല്ല പഠിക്കുന്ന കുട്ടിയെന്ന് ഒരു ഫെയിലിയർ എന്നൊക്കെ പറയാം. ആൻഡ് ഫെയിലിയർ ആണെങ്കിൽ പോലും അവൻ കാണുന്ന സ്വപ്നം ചെറുതല്ല. അവന്റെ സ്വപ്നമാണ് ആ നാട്ടിൽ തന്നെ ഹൊക്കാഗെ ആവുന്നുള്ളത്. ആൻഡ് ഹൊക്കാഗെ എന്ന് പറയുമ്പോൾ ലീഡർ അല്ലെങ്കിൽ തലവൻ എന്നൊക്കെ പറയാം നാട്ടിലെ. ആൻഡ് ഇങ്ങനെ ഒരു ദിവസം ഇവനൊരു ഗ്രാജുവേഷൻ എക്സാം എഴുതും, ഇവന്റെ ക്ലാസ് മൊത്തം. ആൻഡ് ഇവന്റെ ക്ലാസ്സിൽ ഇവൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ എക്സാമിന് പാസ്സാവും. ആൻഡ് ആ എക്സാമിന് പാസ്സായിട്ട് ഇവർക്കൊരു ഹെഡ് ബാൻഡ് കൊടുക്കും. നരൂട്ടോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും അത് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഈ ഹെഡ് ബാൻഡ് കെട്ടലാണ് ഹൊക്കാഗെ ആവാനുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആൻഡ് ഇത് നേടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോൺ എങ്കിലും അവൻ ഉണ്ടാക്കണമായിരുന്നു ഗ്രാജുവേഷന്. പക്ഷെ ഒരു ക്ലോൺ പോലും അവനെ കൊണ്ട് മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് ഹെഡ് ബാൻഡും കിട്ടത്തില്ല. ഹെഡ് ബാൻഡ് കിട്ടാതെ തന്നെ ഒരു ഷിനോബി അവനെ കൊണ്ട് ആവാൻ പറ്റത്തില്ല. ആൻഡ് ഒരു ഷിനോബി പോലും ആവാൻ പറ്റാത്തവന് ഒരു ഹൊക്കാഗെയും ആവാൻ പറ്റത്തില്ല. ആൻഡ് ഇങ്ങനെ ഗ്രാജുവേറ്റ് ആവാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നരൂട്ടോ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. അപ്പൊ മിസൂക്കി എന്നുള്ള ഒരു പയ്യൻ വന്നിട്ട് അവൻ്റെ അടുത്ത് ഒരു നുണ പറയും. ഫോർബിഡൻ സ്ക്രോഡ് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്, അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിനക്കും നിന്റെ